ഓക്കെ, നെക്സ്റ്റ് ഫ്ലെക്സ് ഇൻ്റഗ്രലിൻ്റെ പ്രോബ്ലം സെഷനാണ്. നമ്മൾ ഫ്ലെക്സ് ഇൻ്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെഡ് കെ across the outward oriented sphere x square plus y square plus z square equal to a square. അപ്പോൾ ഇവിടെ സ്ഫിയറിൻ്റെ ലെവൽ സർഫസ് ആയിട്ടുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. പക്ഷേ സ്ഫിയർ ആകുമ്പോൾ നമുക്കറിയാം പാരാമെട്രൈസ്ഡ് ഇക്വേഷൻ ആയിരിക്കും എപ്പോഴും എളുപ്പം. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സുള്ള പാരാമെട്രൈസ്ഡ് ഇക്വേഷൻ r phi theta equal to this, where phi runs from 0 to pi and theta runs from 0 to 2 pi. ഓക്കെ, ഈ ഫോം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സ്ഫിയറിനെ സംബന്ധിച്ച് എളുപ്പമുണ്ടാവുക. പാരാമെട്രൈസ്ഡ് ആണ്, അപ്പം ലിമിറ്റ്സ് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സും ആണ്, അപ്പോൾ ഇവാലുവേഷൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന ഫോർമുലയിൽ പാരാമെട്രൈസ്ഡിന് വരുന്ന ഫോർമുല ഇതായിരുന്നു. അതായത് ഡബിൾ ഇൻറ്റഗ്രൽ സർഫസ് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി യു ഡി വി. ഇവിടെ യുവിന് പകരം ഫൈയും വിക്ക് പകരം തീറ്റയാണ്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആർ ഇതാണ്, ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ എടുക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുക്കുക, ഡിറ്റർമിനൻ്റ് എഴുതിയിട്ട് ഈ ക്രോസ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും: എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ ഐ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ ജെ പ്ലസ് എ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ കെ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റയാണ്. അപ്പോൾ അതും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എഫ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, എഫിൽ ഇസഡ് കെ മാത്രമേ ഉള്ളൂ. അതായത് 0i പ്ലസ് 0j പ്ലസ് ഇസഡ് കെ ആണ്. വേറെ ഈ ഇസഡ് എവിടെയാണ്? സർഫസിലെ ഇസഡ് അല്ലേ. അപ്പോൾ സർഫസിലെ ഇസഡ് ആണ്, എ കോസ് ഫൈ ആണ് ഇസഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇസഡ് എന്നുള്ളിടത്ത് എന്ത് റീപ്ലേസ് ചെയ്യാം? എ കോസ് ഫൈ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ എടുക്കുമ്പോൾ 0 ഇൻറ്റു ദിസ് എക്സ്പ്രഷൻ പ്ലസ് 0 ഇൻറ്റു സെക്കൻഡ് എക്സ്പ്രഷൻ പ്ലസ് എ കോസ് ഫൈ ഇൻറ്റു എ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ ആണ് വരുന്നത്. അപ്പം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ സ്ക്വയറും ഇവിടെ നിന്ന് ഓൾറെഡി ഒരു എ ഉണ്ട്, അപ്പം എ ക്യൂബ് സൈൻ ഫൈ കോസ് ഫൈയും കൂടെ കോസ് സ്ക്വയർ ഫൈ ആവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ വരിക. എഫ് ഡോട്ട് ഈ എക്സ്പ്രഷൻ വരുന്നത് എ ക്യൂബ് ഇൻറ്റു സൈൻ ഫൈ കോസ് സ്ക്വയർ ഫൈ ആണ്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഡി ഫൈ ഡി തീറ്റ കൊടുക്കുക. ഡി എ എന്ന് പറയുന്നത് ഇവിടെ ഫൈയും തീറ്റയാണ് വേരിയബിൾസ്, അപ്പോൾ ഡി ഫൈ ഡി തീറ്റ കൊടുക്കുക. ഫൈയുടെ ലിമിറ്റ് 0 to പൈയും തീറ്റയുടെ ലിമിറ്റ് 0 to 2 പൈയുമാണ്. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫൈൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് 0 to പൈ കൊടുത്തു. തീറ്റ ഓക്കെ, തീറ്റ ഇല്ലല്ലോ ഇതിൽ, അപ്പം നമ്മൾ ഫൈൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ദെൻ 0 and പൈ ലിമിറ്റ്സ് കൊടുത്തു. ഓക്കെ, അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2a ക്യൂബ്, ഓക്കെ എ ക്യൂബ് അവിടെ ഓൾറെഡി പുറത്തുണ്ട്, അപ്പോൾ 2/3 എന്ന് വരും ആൻസർ. ഓക്കെ, അതിന് പുറത്തേക്ക് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ ഇവിടെ 1d തീറ്റ എന്നാണ് വരുന്നത്. 0 to 2 പൈ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 4πa³ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇവാലുവേഷൻ പാർട്ട് സിമ്പിളാണ്. ഫൈൽ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം, കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്, അപ്പോൾ ആദ്യം ഏത് വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം, തീറ്റയിൽ ആദ്യം വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. ബട്ട് ഓക്കെ, ഫൈ ആണ് കോംപ്ലിക്കേറ്റഡ്, അപ്പം ഫൈ ആദ്യം ഇവാലുവേറ്റ് ചെയ്തു. ദെൻ തീറ്റയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഫംഗ്ഷനൊന്നുമില്ല, 1d തീറ്റ എന്നാണ്. അപ്പോൾ തീറ്റയുടെ ലിമിറ്റ് 0 to 2 പൈ കൊടുക്കും, 2π - 0 വരും, ആൻസർ ഇത് വരും. ഓക്കെ, സോ പ്രോബ്ലം ആകെ ഉള്ളത് ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു സ്കാലാർ ഇതായി, ക്വാണ്ടിറ്റി ആയി. ഇനി അതിന് ഡബിൾ ഇൻറ്റഗ്രലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. പാരാമെട്രൈസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ലിമിറ്റ് ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആയതുകൊണ്ട് 0 to പൈ ഫൈയുടെ ലിമിറ്റാണ്, 0 to 2 പൈ തീറ്റയുടെ ലിമിറ്റാണ്. അത് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനേ ഉള്ളൂ. Okay, next problem. Let sigma be the portion of the surface z equal to 1 minus x square minus y square that lies above the xy plane. xy plane മേലെയാണ് സർഫസ്. And suppose that sigma is oriented up as shown in figure 15.6.10. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നോളണമെന്നില്ല, നമുക്ക് കണ്ടുപിടിക്കാം ഈസി ആയിട്ട്. ഓക്കെ, അതാണ് സർഫസ്. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. അപ്പോൾ ഫംഗ്ഷൻ ഇതാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അപ്പോൾ സർഫസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ z ഈക്വൽ ടു 1 മൈനസ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഒരു ബ്രാക്കറ്റിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇടുകയാണെങ്കിൽ ഇത് z ഈക്വൾ ടു 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ 1 മൈനസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും. 1 മൈനസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ഈ സെഡിൻ്റെ വാല്യൂ വരുന്നത് എപ്പോഴും 1നേക്കാൾ താഴെയായിരിക്കും. 1 ഹൈറ്റിൻ്റെ താഴെയാണ് ഈ സർഫസ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അതുകൂടാതെ എന്തും പറഞ്ഞിട്ടുണ്ട്, എക്സ് വൈ പ്ലെയിൻ്റെ മേലെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർഫസ് കിടക്കാൻ പോകുന്നത് z ഈക്വൾ ടു 1 ഹൈറ്റിൻ്റെയും എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ z ഈക്വൾ ടു 0 ഹൈറ്റ് അല്ലേ. അപ്പം 0 ഹൈറ്റിൻ്റെയും മേലെയാണ്. അപ്പോൾ ഈ റീജിയനിലാണ് സർഫസ് വരിക എന്ന് മനസ്സിലാക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസഡിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈറ്റിലുള്ള z ഈക്വൾ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 ഹൈറ്റിലുള്ള ക്രോസ് സെക്ഷൻ കിട്ടും. z ഈക്വൾ 1/2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 ഹൈറ്റുള്ള ക്രോസ് സെക്ഷൻ കിട്ടും. അങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ z-ന് 1 എന്ന് കൊടുത്താൽ സംഭവിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 0 എന്ന് വരും. ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 0 ആവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 0 വരും. അതായത് എക്സ് ഈക്വൾ ടു 0, വൈ ഈക്വൾ ടു 0 വരും. അതായത് z-ന് 1 എന്ന് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 0യും വരും. അതായത് 0, 0, 1 എന്ന് പറയുന്നത് ഈ സർഫസിലൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റാണ് മാക്സ്. z ഈക്വൾ ടു 0 അതൊരു പോയിന്റ് മാത്രമാണ്. ഇനി z-ന് വേറെ ഏത് കോൺസ്റ്റന്റ് കിട്ടിയ കൊടുത്താലും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മൈനസ് ആ കോൺസ്റ്റന്റ് എ എന്നാണ് കൊടുത്തതെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 1 മൈനസ് എ എന്നല്ലേ വരിക. അപ്പോൾ നമുക്ക് z-ന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു എ കോൺസ്റ്റന്റ് എന്നാണ് കിട്ടുക. അതായത് സർക്കിളാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാരാബോളോയിഡോ അല്ലെങ്കിൽ കോണിക്കോയിഡോ ആയിരിക്കും. കോണിക്കോയിഡ് അല്ല, കോണായിരിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ റൂട്ടില്ലാത്തതുകൊണ്ട് പാരാബോളോയിഡാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൂട്ട് ഇനി ഇത് നിങ്ങൾ കോണിക്കോയിഡായിട്ട് തെറ്റിദ്ധരിച്ചാലും ദർ വോണ്ട് ബി എനി പ്രോബ്ലം ബിക്കോസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും രണ്ടും. ഓക്കെ, ഇക്വേഷനിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ഓൾറെഡി നമുക്ക് സർഫസിൻ്റെ ഇക്വേഷൻ അറിയാം. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒന്നുകിൽ പാരാബോളോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ കോണിക്കോയിഡ് ആയിരിക്കും. എക്സ് വൈ പ്ലെയിൻ്റെ മേലെയാണ്. ഇനി z-ന് 0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 1 എന്നല്ലേ കിട്ടുക. അപ്പോൾ 1 റേഡിയസ് ഉള്ള സർക്കിളാണ് 0 ഹൈറ്റിൽ ഉണ്ടാകുന്നത്. ഈ എയുടെ വാല്യൂ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് സ്ഫിയറിൻ്റെ റേഡിയസ് ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് കൂടി വരികയാണ് ചെയ്യുക. സർക്കിളിൻ്റെ റേഡിയസ് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് നമുക്ക് ഇങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്കിതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ടാണ്, താഴേക്കാണ് പ്രൊജക്റ്റ്. എക്സ് വൈ പ്ലെയിനിലേക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ സർക്കിൾ എന്ന് പറയുന്നത് z ഈക്വൾ ടു 0 സർക്കിൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് 1 ആണ്. അപ്പോൾ ഈ താഴെ റീജിയൻ നമുക്കൊരു സർക്കുലർ റീജിയൻ ആണ്, ഗ്രീൻ കളറിൽ. അവിടേക്കാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ ഓക്കെ, ഇനി ഈ സർഫസ് തന്നിരിക്കുന്നത് z ഈക്വൾ ടു സംതിങ് എന്നല്ലേ. അപ്പം എക്സ്പ്ലിസിറ്റ് ഫോമിലാണ് സർഫസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചെയ്യാം, ഇക്വേഷൻ എന്തായിട്ട് മാറും, എക്സ്പ്ലിസിറ്റ് ഫോമിലാണെങ്കിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. z ഈക്വൾ ടു g ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസ് എന്നുള്ളതിനെ എഫ് ഡോട്ട് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആയി മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ എന്നാണ് ഔട്ട്വേർഡ് നോർമൽ എടുത്തു കഴിഞ്ഞാൽ വരിക. ഓക്കെ, അപ്പോൾ ഈ കേസിൽ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആയി മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ കൊടുത്തിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് ഇവിടെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സർഫസിൽ നിന്ന് നമ്മൾ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താ വരിക, മൈനസ് ഓഫ് മൈനസ് 2x അല്ലേ. അപ്പോൾ പ്ലസ് 2x വരും. അപ്പോൾ പ്ലസ് 2x ആയി. അതേപോലെ മൈനസ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് 2y ആണ്. അപ്പോൾ 2 പ്ലസ് 2y ജെ പ്ലസ് കെ. ഇനി ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും, 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ വരും പ്ലസ് 2y ഇൻറ്റു വൈ 2y സ്ക്വയർ പ്ലസ് z വരും അല്ലേ. 1 second. 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് z എന്നാണ് വരിക. ഓക്കെ, z-ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ സർഫസിൻ്റെ മേലെ ഉള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ സർഫസിൻ്റെ മേലെയുള്ള ഏത് പോയിന്റും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, z ഈക്വൾ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതെടുത്തിട്ട് z-ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 1 മൈനസ് അതായത് 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് z-ന് പകരം 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള 2x സ്ക്വയറിൽ ഒരു എക്സ് സ്ക്വയറും 2y സ്ക്വയറിൽ ഒരു വൈ സ്ക്വയറും ക്യാൻസലാവും, ഒരു പ്ലസ് 1 ബാക്കിയാവും. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 എന്നാവും. dx dy ആണ് കിടക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. നേരത്തെ z ഉണ്ടായിരുന്നു. ഈ z-ന് നമ്മൾ
ഇതിനെ എക്സ് വൈ പ്ലെയിനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇസഡിന് നമ്മൾ എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടാണ് ഈ ഇസഡിനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എക്സും വൈ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡി എക്സ് ഡി വൈ ആണ്. എന്നാൽ നമ്മുടെ പ്രൊജക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കുലർ റീജിയൻ ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് അഗെയിൻ പോളാർ ഫോമിൽ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് 0 തൊട്ടിട്ട് റേഡിയസ് വെക്ടർ പോളാർ ഫോമിൽ റേഡിയസ് വെക്ടർ 0 ഡിസ്റ്റൻസ് തുടങ്ങിയിട്ട് 1 ഡിസ്റ്റൻസ് വരെ പോകും. അപ്പോൾ r = 0 to 1 വരും. ആൻഡ് അങ്ങനെയുള്ളൊരു സ്ട്രിപ്പിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രി കൊണ്ടുപോകണം. അപ്പോൾ θ = 0 to 2π വരും. ആൻഡ് ഇവിടെ x = r cos θ കൊടുക്കുക, y = r sin θ കൊടുക്കുക, +1 സ്ക്വയർ എടുത്ത് +1 കൊടുത്തു കഴിഞ്ഞാൽ r² + 1 വരും. dx dy എന്ത് ചെയ്യണം? r dr dθ കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ x² + y² = 1 എന്ന് എഴുതരുത്. കാരണം ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സർക്കിളിൻ്റെ ഈ സർക്കുലർ റീജിയനിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയസ് r = 1 അല്ല, r 0 തൊട്ട് 1 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. r cos θ തന്നെ കൊടുക്കണം എക്സിന്, അതേപോലെ വൈക്ക് r sin θ തന്നെ കൊടുക്കണം. അങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ വരുന്നത്. ഈ സർഫസിൻ്റെ മുകളിലുള്ള ഏത് സെഡിനെയും നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? 1 - x² - y² വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. കാരണം സർഫസിൻ്റെ ഇക്വേഷൻ അങ്ങനെയാണ്, z = 1 - x² - y² ആണ്. ഈ ഫംഗ്ഷനിലെ ഈ സെഡിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സർഫസിലെ z കൊടുക്കാം. 1 - x² - y². ഇവിടെ നിന്ന് തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ തന്നെ ഈ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും മതി, അപ്പോഴും ഇത് കിട്ടും. ഇനി ജസ്റ്റ് ആറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ആറിൻ്റെ ലിമിറ്റ് 0 to 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും ആൻസർ. ദെൻ dθ ചെയ്യുമ്പോൾ നമുക്ക് അഗൈൻ ഒരു 2π വരും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3π/2 എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റഡ് റീജിയൻ സർക്കുലർ ആയതുകൊണ്ടാണ് പോളാർ ഫോമിൽ പോയത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് dx dy എന്നുള്ളത് r dr dθ എന്ന് മാറ്റണം r തീറ്റയിലേക്ക് പോകുമ്പോൾ, പോളാർ ഫോമിലേക്ക് പോകുമ്പോൾ. അതേപോലെ ഇവിടെ സ്ഫിയറിൽ ഇവിടെ ഇക്വേഷനിൽ z ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ dA എന്നുള്ളതിന് dx dy എന്ന് എഴുതാൻ പറ്റില്ല. z-നെ നമ്മൾ സർഫസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സിനും വൈയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Find the flux of f bar = yzj plus z² k outward through the surface S which is cut from the cylinder y² plus z² = 1 z greater than or equal to 0 by the planes x = 0 and x = 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ക്ലിയർ ആണ്. ഏത് ഫംഗ്ഷനെയാണ് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0i plus yzj plus z² k എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെയാണ് ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ടത്. ഫംഗ്ഷൻ ക്ലിയർ ആണ്. സർഫസ് നോക്കുകയാണെങ്കിൽ എന്താണ്? സിലിണ്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിലിണ്ടർ y² plus z² = 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു x² plus y² = 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിലിണ്ടർ ആണ്. പക്ഷെ അത് XY പ്ലെയിനിലുള്ള സർക്കിളിനെ നമ്മൾ z മാറ്റി കൊടുത്താൽ അല്ലെങ്കിൽ എലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സിലിണ്ടറാണ്. ഇവിടെ y² plus z² = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YZ പ്ലെയിനിലെ സർക്കിളാണ്. YZ പ്ലെയിനിലെ സർക്കിളാണ് വരിക. അതായത് y ഇതും z ഇതും അല്ലേ. അപ്പോൾ ഇവിടെ YZ പ്ലെയിനിലെ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതിനെ നമ്മൾ എക്സിൻ്റെ വാല്യൂ മാറ്റി ഇവിടെ എക്സിൻ്റെ വാല്യൂ പറയാത്തതുകൊണ്ട് എക്സ് ഡയറക്ഷനിൽ അതിനെ ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സിലിണ്ടറാണ്. ഓക്കെ, ആൻഡ് z greater than 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ ഫുൾ പോർഷൻ വേണ്ട, എന്ത് ചെയ്താൽ മതി? XY പ്ലെയിൻ്റെ മേലേക്കുള്ള z വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള പോർഷൻ മാത്രം മതി. അതാണ് ഈ z greater than or equal to 0 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുൾ സിലിണ്ടർ വേണ്ട, സിലിണ്ടറിൻ്റെ ഹാഫ് പോർഷൻ മതി മേലേക്കുള്ള സിലിണ്ടർ. ദെൻ x = 0യിലും x = 1ലും കട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? ഇത് ഇൻഫിനിറ്റ് സിലിണ്ടർ ആവും. എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ ഈ സർക്കിളിന് നമുക്ക് എത്ര വേണമെങ്കിലും എലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളതിനെ x = 0 തൊട്ടിട്ട് x = 1 വരെ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ x = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YZ പ്ലെയിനാണ്, ഈ പ്ലെയിനാണ്. x = 0 ഹൈറ്റിൽ കട്ട് ചെയ്താൽ x = 1ൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ 1 ഡിസ്റ്റൻസിൽ x ആക്സിൽ കട്ട് ചെയ്യുക. ഇതാണ് x ആക്സിസ് അല്ലേ. എക്സ് ആക്സിൽ 1 ഡിസ്റ്റൻസ് എന്ന് കഴിഞ്ഞാൽ 0 ഡിസ്റ്റൻസ് കഴിഞ്ഞ് കുറച്ച് ദൂരം മാറിയിട്ട് 1 ഡിസ്റ്റൻസിലുള്ള പ്ലെയിൻ അതിൽ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഹാഫ് പോർഷൻ പോലെ ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നു. ഈ താഴെയുള്ളത് ഈ സർഫസിൻ്റെ പാർട്ടല്ല. ഓക്കെ, താഴെയുള്ള സർഫസിൻ്റെ പാർട്ടായിരുന്നെങ്കിൽ ഇവിടെയും നമ്മൾ ഇവാലുവേഷൻ നടത്തണമായിരുന്നു. ഈ ഇതിൻ്റെ ഔട്ട്വേർഡ് നോർമൽ താഴേക്ക് എടുത്തിട്ട്, അതായത് -k ഡയറക്ഷനിൽ എടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ പക്ഷേ ഈ സർഫസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. z greater than or equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z greater than or equal to 0യിൽ വെച്ചിട്ട് നമ്മളതിനെ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. z വാല്യൂ പോസിറ്റീവായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് വരുന്നില്ല. ഇത് വരണമെങ്കിൽ XY പ്ലെയിൻ്റെ പോർഷനും കൂടെ വരണമായിരുന്നു. ഓക്കെ,
അപ്പം ഈ സർഫസ് ക്ലിയർ ആണ്. ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇതിനെ ഞാൻ പറഞ്ഞു സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോളാർ ഫോമിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിനെ നമ്മൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്താ കിട്ടുക, ഒരു റെക്റ്റാങ്കിൾ അല്ലേ കിട്ടുക. ഇതിനെ നമ്മൾ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഷാഡോ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഈ സെഡിൻ്റെ എക്സിൻ്റെ ഈ ലെങ്ത്ത്, ഈ ബ്രെഡ്ത്ത് വരെ എത്രയാണ്, 0 തൊട്ടിട്ട് 1 വരെയാണ്. ലെങ്ത്ത് എത്ര വരും, -1 തൊട്ടിട്ട് +1 വരെയാണ്. അതായത് 2 ആണ് ലെങ്ത്ത് വരിക. ഇതിൻ്റെ ലെങ്ത്ത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർഫസ് തന്നിരിക്കുന്ന എന്ത് ഫോമിലാണ്, y² + z² = 1 എന്നുള്ള ഫോമിലാണ്. അതായത് നമുക്കതിനെ വേണമെങ്കിൽ y² + z² - 1 = 0 എന്ന് പറഞ്ഞാൽ ലെവൽ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സർഫസിനെ y² + z² - 1 = 0 എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ കാണാം n ക്യാപ്പ്. ഇതിൽ അവർ ചെയ്തിരിക്കുന്നത് f⁻.n⁻ d സിഗ്മയിൽ n⁻ വേറെ തന്നെ കണ്ടുപിടിച്ച് n ക്യാപ്പ് വേറെ തന്നെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിംപ്ലിഫൈഡ് ഫോർമുല യൂസ് ചെയ്യാം. അതായത് ഈ ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് f⁻.n ds എന്നുള്ളതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്, f.∇f/mod∇f.p. ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ f⁻നെ നമുക്ക് f⁻ലുള്ള yz j + z²k. അപ്പോൾ ഇവിടെ x ഇല്ല. ഓക്കെ, എനിവേ ഫംഗ്ഷൻ അങ്ങനെ തന്നെ വെക്കുക, y² z + z² ആണ് f. ഇനി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത് വിത്ത് എന്തായിരുന്നു, ∇g/mod∇g.k അല്ലേ. അപ്പോൾ ഇവിടെ ∇g എന്ന് പറയുന്നത് എന്താ വരിക, y. ഓക്കെ, ∇g is going to be 2yj + 2zk എന്നാണ്. 2yj + 2zk ആണ് ∇g വരിക. ഓക്കെ, ഡിവൈഡഡ് ബൈ ∇g.k എടുക്കുമ്പോൾ 2z എന്ന് വരും അല്ലേ. അപ്പോൾ 2yj + 2zk ഡിവൈഡഡ് ബൈ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് k വെക്ടർ അല്ലേ, താഴേക്കല്ലേ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സർഫസിൻ്റെ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയുന്നത് മേലേക്കായിരിക്കും. അപ്പോൾ k ഡയറക്ഷനാണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് k എടുക്കുകയാണെങ്കിൽ 2z എന്നാണ് വരിക. അപ്പോൾ ഈ 2ഉം 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതായത് yi + zj/z എന്നാണ് വരിക. ഓക്കെ, അതാണ് ∇g/mod∇g എടുത്താൽ കിട്ടുക. അതിനെന്നിട്ട് നമ്മൾ f⁻ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും, ഇവിടെ yj + zk ഡിവൈഡഡ് ബൈ z എന്നാണ് ഈ എക്സ്പ്രഷൻ വരിക. അതായത് നമ്മൾ ഈ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സിംപ്ലിഫൈഡ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ n ക്യാപ്പ് കണ്ടുപിടിച്ച് n ക്യാപ്പ് ഇങ്ങനെ കിട്ടും, f.n ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഫോർമുലയാണെങ്കിൽ അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും, yzനെ ഇതിൻ്റെ ടേമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ y² z എന്ന് വരും, പ്ലസ് z² × z³ വരും. y² z + z³ ഡിവൈഡഡ് ബൈ ഒരു z കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം കട്ട് ചെയ്യുമ്പോൾ y² + z² × z വരും. y² + z² സർഫസിൽ എന്താണ്, 1 അല്ലേ. ഈ സർഫസിൻ്റെ മേലെ കംപ്ലീറ്റ് y² + z² 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് z × 1 എന്ന് കിട്ടും, z × 1 എന്ന് കിട്ടും. ഓക്കെ, അത് z തന്നെയാണ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ z, ഓക്കെ, ബൈ ഒരു സെഡും കൂടെ ഉണ്ട്, ബൈ താഴെ ഒരു z ഇല്ലേ, ഇവിടെ ∇g/mod∇g.k എടുക്കുമ്പോൾ yj + zk ഡിവൈഡഡ് ബൈ z ഉണ്ട്. ആ z അവിടെ ബാക്കി നിൽക്കും. അപ്പോൾ ഈ z-ഉം ഈ z-ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 1dA എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ∬R ഈസ് ദിസ് റെക്ടാങ്കുലർ റീജിയൻ 1dA എന്നാണ് വരേണ്ടത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ റീജിയൻ്റെ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡബിൾ ഇൻറ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ റീജിയൻ ആ റീജിയൻ്റെ ഏരിയ ആണ് വരിക. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് റെക്ടാങ്കിൾ കിട്ടും. ബ്രെഡ്ത്ത് 1ഉം ലെങ്ത്ത് 2 അല്ലേ, അപ്പോൾ 1 × 2 എന്ന് വരും. അതിൻ്റെ ആൻസർ വരെ 2 എന്നാണ്. നിങ്ങൾക്കത് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് കൂടെ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ x = 0 to 1 വരും. അതിന് നമ്മൾ y ഫ്രം -1 to +1 വരെ റൺ ചെയ്യിക്കണം. അപ്പോൾ ഇവിടെ 0 to 1 -1 to 1 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും 2 തന്നെ കിട്ടും. ഞാൻ പറഞ്ഞു 1dA എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ
എക്സിൻ്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും കൊടുത്തിട്ട് dx dy എന്നാക്കിയിട്ട് വാലുവേറ്റ് ചെയ്യാം 2 എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് എഴുതി വയ്ക്കാൻ മതി. ഇത് ചെയ്തിരിക്കുന്നത് എൻ ക്യാപ്പ് വേറെ കണ്ടുപിടിച്ചു, ദെൻ എഫ് ബാർ ഡോട്ട് എൻ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ചെയ്തതാണ്. എഫ് ബാർ ഡോട്ട് എൻ ക്യാപ്പ് ഡി സിഗ്മ ഫോർമുല വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെയ്തതാണ്. വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈഡ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എഫ് ബാർ ഈക്വൽ ടു ZI plus YJ plus XK അക്രോസ് ദി യൂണിറ്റ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് വെക്ടറിൻ്റെയാണ് ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ടത്? ZI plus YJ plus XK ആണ്. ഈ സർഫസ് എന്താണ്? യൂണിറ്റ് സ്ഫിയർ ആണ്. യൂണിറ്റ് സ്ഫിയർ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യും. sin phi cos theta I പ്ലസ് sin phi sin theta j പ്ലസ് cos phi k. അതാണ് പാരാമെട്രൈസേഷൻ. തീറ്റ റൺ ചെയ്യുന്ന 0 to 2πയും phi റൺ ചെയ്യുന്ന 0 to πയുമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് ബാർ ഡോട്ട് ഡോ ആർ ബൈ ഡോ തീറ്റ ക്രോസ് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ബാർ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈയിലേക്ക് തീറ്റയില്ല. ഈ പ്രോബ്ലം കംപ്ലീറ്റ് നമ്മൾ പാരാമീറ്ററിലേക്ക് മാറ്റണമല്ലോ, ബിക്കോസ് യു നീഡ് ഡി എ എന്ന് പറയുന്നത് d5 d തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ ടേംസ് കംപ്ലീറ്റ് ഫൈ തീറ്റയിലാക്കിയാലേ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ എഫ് ബാറിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ബാറിലെ ഇസഡിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? കോസ് ഫൈ കൊടുക്കാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എഫ് ബാറിനെ നമുക്ക് എഴുതുമ്പോൾ ഈ സ്ഥാനത്ത് സെഡിൻ്റെ സ്ഥാനത്ത് കോസ് ഫൈ എന്ന് എഴുതാം, വൈയുടെ സ്ഥാനത്ത് സൈൻ ഫൈ സൈൻ തീറ്റ എന്ന് എഴുതാം, എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ ഫൈ കോസ് തീറ്റ എന്ന് എഴുതാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എഫ് ബാറിന്. എന്നിട്ട് ആർ ഫൈ ക്രോസ് ആർ തീറ്റയുടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ആൻസർ ഇങ്ങനെ വരും: 2 sin square phi cos theta പ്ലസ് സൈൻ ക്യൂ ഫൈ സൈൻ സ്ക്വയർ തീറ്റ d5 d തീറ്റ. ഓക്കെ, ഇതിൽ കുറേ കോമൺ ഫാക്ടേഴ്സ് വരുന്നുണ്ടാവും. സൈൻ സ്ക്വയർ ഫൈ കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. ബാക്കി ഉണ്ടാവും ഇവിടെ കോസ് തീറ്റ കോസ് ഫൈ കോസ് തീറ്റ ഉണ്ടാവും, പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈ ഉണ്ടാവും. ഇതിന് ആദ്യം ഫൈൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. കിട്ടുന്ന എക്സ്പ്രഷനിൽ നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇവാലുവേറ്റ് ചെയ്യുക. തീറ്റയുടെ ലിമിറ്റ് 0 to 2π കൊടുക്കുക. 4π/3 എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 4π/3 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും പ്രോബ്ലംസാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രോബ്ലം പാരാമെട്രൈസേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് ചെയ്തിരിക്കുന്ന ലെവൽ സർഫസ് ആയിട്ട് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ എഗെയിൻ എക്സ്പ്ലിസിറ്റ് സർഫസ് ആണ്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ പാരാമെട്രൈസേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ഫിയർ വരുമ്പോഴും പാരാമെട്രൈസ് ചെയ്യുക, സിലിണ്ടർ വരുമ്പോഴും പാരാമെട്രൈസേഷൻ ചെയ്യേണ്ടി വരും. ഈ സിലിണ്ടറിൽ ചെയ്യാതിരുന്നത് അപ്പർ പാർട്ട് ഓഫ് ദ സിലിണ്ടർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രൊജക്ഷൻ കിട്ടും. പ്രൊജക്ഷൻ ഒരു റെക്ടാംഗിളും ആയിരിക്കും. അപ്പോൾ നമ്മളിനി ഇത് സിലിണ്ടറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ.